പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ദേശീയ അംഗീകാരവും സ്വർണ്ണ തോക്കും സമ്മാനിച്ച് ഇമ്രാൻഖാൻ മുഹമ്മദ് ബിൻ സൽമാനെ വിലക്കെടുത്തു. പുൽവാമ ആക്രമണത്തെക്കുറിച്ച് സൗദി രാജകുമാരൻ എന്തു പറയും എന്നറിയാൻ ആകാംക്ഷയോടെ കാത്ത് ഇന്ത്യ. ഇന്നലെ രാത്രിയിലെത്തിയ കിരീടാവകാശി ഇന്ന് മടങ്ങുമ്പോൾ മൗനമെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചടി തന്നെ. പരിഷ്കാരവാദിയായ MBS പാക് ഭീകരതയെ തള്ളുമെന്ന് തന്നെ കരുതി ഇന്ത്യ മുന്നോട്ട്. സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ അഥവാ MBS ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് ഡൽഹിയിലെത്തിയത്. തൊട്ടു മുൻപത്തെ ദിവസത്തെ പാകിസ്ഥാൻ സന്ദർശനത്തിനു ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയതെന്നതിനാൽ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഇന്ത്യ സശ്രദ്ധം ചെവിയോർക്കുകയാണ്. അതായത് പുൽവാമയിൽ പാക് ഭീകരർ നടത്തിയ ചാവേർ ആക്രമണത്തിൽ 44 CRPF പട്ടാളക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് MBS ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നതാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇതുവരെ അതിനെക്കുറിച്ച് രാജകുമാരൻ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. പാക് സന്ദർശന വേളയിൽ രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ അംഗീകാരവും സ്വർണ്ണ തോക്കും സമ്മാനിച്ച് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ MBSനെ വിലക്കെടുത്തോ എന്ന ചോദ്യവും ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ വ്യാപകമായി ഉയരുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്ന MBS പാക് ഭീകരതാ വിഷയത്തിൽ മൗനം തുടരുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഒരു ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയിലെങ്കിലും പാക് ഭീകരതയെ MBS തള്ളുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. MBSന്റെ പാകിസ്ഥാൻ സന്ദർശനം വൻ വിജയമായിരുന്നു എന്നാണ് വാഴ്ത്തപ്പെടുന്നത്. സൗദി ജയിലുകളിൽ കഴിയുന്ന 2000-ലധികം തടവ് പുള്ളികളെ വിട്ടയക്കണമെന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് MBS വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ 2000 കോടിയുടെ നിക്ഷേപം പാകിസ്ഥാനിൽ നടത്താനും MBS സമ്മതിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരുന്നു MBS എലാബറേറ്റഡ് ഹെക്ലർ ആൻഡ് കോച്ച് MP5K എന്ന സ്വർണത്തിൽ കെട്ടിയ തോക്ക് സെനറ്റ് ചെയർമാൻ സാദിഖ് സഞ്ജ് റാനി തിങ്കളാഴ്ച സമ്മാനമായി നൽകിയത്. അതിന് മുമ്പത്തെ ദിവസം പാക് പ്രസിഡന്റ് അരീഫ് അൽവിയും പ്രധാനമന്ത്രി ഇമ്രാൻഖാനും പാകിസ്ഥാനിലെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമായ നിഷാൻ-ഇ-പാകിസ്ഥാനി നൽകിയിരുന്നു. ഇതിനു പുറമെ MBSന് ഒരു ഫൈറ്റർ ജെറ്റ് എസ്കോട്ട്, 21 ഗൺ സല്യൂട്ട്, ഗാർഡ് ഓഫ് ഓണേഴ്സ് എന്നിവയും പാകിസ്ഥാനിൽ ഒരുക്കിയിരുന്നു. പാകിസ്ഥാൻ സന്ദർശനത്തിന് ശേഷം റിയാദിലേക്ക് തിരിച്ചു പോയതിനു ശേഷമാണ് MBS വീണ്ടും ഇന്ത്യയിലേക്ക് വന്നത്. ഇവിടെ നിന്നും അദ്ദേഹം ചൈനയിലേക്കാണ് പോകുന്നത്. സൗദി ജേർണലിസ്റ്റും സൗദി ഭരണകൂടത്തിന്റെ വിമർശകനുമായിരുന്ന ജമാൽ ഖഷോഗിയെ വധിച്ചതിന്റെ ഉത്തരവാദിത്വമുണ്ടാക്കിയ നാണക്കേടിൽ നിന്ന് മോചനം ലക്ഷ്യമിട്ടാണ് MBS ഏഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. പുൽവാമ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും കടുത്ത സംഘർഷാവസ്ഥയിൽ നിലകൊള്ളുമ്പോഴാണ് MBS ഇരു രാജ്യങ്ങളും സന്ദർശിച്ചിരിക്കുന്നതെന്നത് നിർണായകമാണ്. ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ പുൽവാമയിൽ നടത്തിയ കൂട്ടക്കുരുതിയെ തുടർന്ന് പാകിസ്ഥാനുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതായത് ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BSF കടുത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. അതിർത്തിയിലെ റോഡുകളിൽ 24 മണിക്കൂറും കടുത്ത പരിശോധന നടത്താൻ BSF, മറൈൻ പോലീസ്, സെക്യൂരിറ്റി ഏജൻസികൾ എന്നിവയോട് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ് മുതിർന്ന ഗവൺമെന്റ് ഒഫീഷ്യലുകൾ വെളിപ്പെടുത്തുന്നത്. പാകിസ്ഥാനുമായി കടൽ മാർഗവും കരമാർഗവുമുള്ള അതിർത്തികളിൽ കടുത്ത ജാഗ്രതയാണ് BSFും നാവികസേനയും പുലർത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഹോട്ടലുകൾ, ഗസ്റ്റ് ഹൗസുകൾ, ബസ്സുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം കടുത്ത പരിശോധനകൾ നടക്കുന്നുണ്ട്. വിമാനത്താവളങ്ങളിൽ കടുത്ത സുരക്ഷാ പരിശോധനകളും നടക്കുന്നുണ്ട്. BSF ഔട്ട് പോസ്റ്റുകളിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്.